ഒരു കൗമാര പ്രായത്തിലെത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പെൺകുട്ടികൾ അമ്മമാരോട് കൂടുതൽ കലഹിക്കും, ആൺകുട്ടികൾ അച്ഛന്മാരുടെ അടുത്തൊരു ഗ്യാപ്പ് വരും. ഇത് നമ്മൾ നോർമലി കണ്ടുവരാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇതിലിപ്പം ജെൻഡറിന്റെ ഒരു അത്ര ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബേസിക്കലി കുട്ടിയുടെ കൂടെ ആരാണോ കണക്ട് ചെയ്യുന്നത് അവരായിട്ടായിരിക്കും കുട്ടികൾ കൂടുതൽ റിലേറ്റ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ചില കേസിൽ രണ്ട് പാരൻസും റിലേറ്റ് ചെയ്യാം, കൂടുതലായിട്ട് അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരു കണക്ഷനാണ് മെയിൻലി ഇതിൻ്റെ എലമെൻറ്റ്. അപ്പം നമ്മൾ കണക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യാതെ നമ്മൾ കറക്ഷനിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങൾ വരും. അതിപ്പോൾ അച്ഛനായാലും ശരി, അമ്മയായാലും ശരി, അല്ലെങ്കിൽ ഏത് കെയർ ഗിവർ ഉണ്ടായാലും നമ്മൾ കറക്ഷൻ അല്ലെങ്കിൽ തെറ്റുകുറ്റങ്ങൾ മാത്രം ചൂണ്ടിക്കാണിച്ച് കുട്ടിയെ തിരുത്തിക്കൊണ്ടേയിരിക്കുക, അല്ലെങ്കിൽ കുട്ടിയെ ഷെയിം ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ കുട്ടിക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടാവില്ല. ഇപ്പോൾ ഐ ആം നോട്ട് ഗുഡ് ഇനഫ് എന്നുള്ളൊരു സാധനം കുട്ടിക്ക് വരും. ഞാൻ അത്ര പോരാ, ഞാൻ അത്ര കഴിവുള്ള ആളല്ല. അപ്പോൾ കുഞ്ഞുനാളിൽ ഇങ്ങനത്തെ ഫീലിങ്സ് വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, കുട്ടിക്കും സ്ട്രഗിളാണ്, റിലേഷൻഷിപ്പ് എഫക്റ്റ് ആവും. അപ്പം ജെൻഡറിന് ഇതിനൊരു റോൾ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ചില കാര്യങ്ങൾ ഇപ്പം അമ്മയാണ് കൂടുതൽ, ഇപ്പോൾ ഒരു പ്യൂബർട്ടി ടൈമിൽ ഒരു ഗേൾ ചൈൽഡിന് അത് റിലേറ്റഡ് ആയിട്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പം മെനാർക്കി റിലേറ്റഡ് ഡൗട്ട്സ് അമ്മയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇക്കാലത്ത് ഫാദേഴ്സും ഇൻഫോംഡ് ആണ്, അവരും ചെയ്യുന്നുണ്ട്. അതേപോലെ ഇപ്പോൾ പ്യൂബർട്ടിക്ക് ഇപ്പോൾ ബുക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ബുക്സ് ഇപ്പോൾ നമ്മൾ വായിച്ചിട്ട് ഇപ്പോൾ ആൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ കൂടുതൽ കുട്ടിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫാദർ ആണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ആവാം, ചിലപ്പോൾ ഓപ്പോസിറ്റ് ആയിരിക്കാം. അതെങ്ങനെ വേണമെങ്കിലും വരാം.